നിർമ്മല നിമിഷിതാ പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഏതാണ്ട് ഒരേ ലെവലിൽ ചിന്തിക്കേണ്ടി വന്ന ഒരേ ലെവലിൽ ദൈവാനുഭവത്തിലേക്ക് വന്ന 3 പേരുടെ ചെറിയ സാക്ഷ്യങ്ങൾ. കാരണം അതിൻ്റെ അകത്ത് കോമൺ കണ്ടൻറ്റ് പൊതുവായിട്ട് വരുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് നിരീക്ഷണത്തിന് വിധേയമാകുന്നത്. അതിലൊരു കണ്ടൻറ്റ് അങ്കമാലിയിൽ നിന്ന് ഏഞ്ചൽ താരയുടെ സാക്ഷ്യമാണ്. രണ്ടാമത്തത് സിബി ജോർജ് തൃശ്ശൂരിൽ നിന്ന്. മൂന്നാമത്തത് ജീവ വൈക്കം. ഇപ്പോൾ ഈ സിബി ജോർജിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കുഴപ്പക്കാരനായ മനുഷ്യനല്ല. അതായത് സാധാരണ താൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, ദൈവതിരുസന്നിധിയിൽ ദൈവഭയമുള്ള മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ സാധാരണ നിലയിൽ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ചില സമയത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ വെയിറ്റ് വെക്കും. അപ്പോൾ നമുക്ക് അത്രയും ആരോഗ്യം നമുക്കുണ്ടാകത്തില്ല. അതാ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ജീവിതം നമ്മളുടെ ഒരു സങ്കല്പത്തിനപ്പുറത്തേക്ക് വെയിറ്റ് ഭാരപ്പെടും. അങ്ങനെ ഭാരമെന്നല്ല, ജീവിത ഭാരമെന്നല്ല ഞാൻ വിളിക്കുന്നത്, ഭാരപ്പെടും. മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയൊക്കെ പഴയ മലയാളം ഭാഷയിലെയും സുവിശേഷ ഭാഷയിലൊക്കെ ഭാരപ്പെടുകയെന്നാണ് പറയണത്. അത് ജീവിതം ഇങ്ങനെ വെയിറ്റ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സാധാരണ ചട്ടപ്പടി ആചാര ജീവിതവുമായി ഇതിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു മലയാളിക്ക് തോന്നിയാൽ ഇന്ന് ആ മലയാളി ഉടനെ ചെയ്യണ കാര്യം എന്താണ്? ഉടമ്പടിയിലേക്ക് വരും. അതാണ് ചെയ്യണത് കാര്യം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ച് വിജയിച്ച ഒരു സുവിശേഷ പദ്ധതിയാണ്. ഞങ്ങൾക്ക് കർത്താവ് ഈ ആദ്യ വെളിപാട് ഇതിനെക്കുറിച്ച് തരുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ആശങ്കയില്ലാഞ്ഞതിൻ്റെ കാരണം ഞാൻ ഈ 2016 തന്നെ കൃപാസനം നല്ല കൃപയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കർത്താവ് തന്നപ്പോൾ ഇതിന് ഫ്ലോപ്പായി പോകുമോ, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, ഇവിടെ കുറേ ആൾക്കാർക്ക് എക്സിക്യൂട്ടീവ്സിനൊക്കെ അതിന് ചിന്ത ഉണ്ടായിരുന്നു. എനിക്കൊരു ചിന്ത കുഴപ്പമില്ലായിരുന്നു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഉടമ്പടി അതിൻ്റെ ഫലത്തിലേക്ക് വരാൻ വർഷങ്ങളെടുത്താലും ടൈം എടുത്താലും ബേസിക്കായിട്ട് നമുക്കൊരു വല കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ വീണ പിടിക്കാൻ വേണ്ടി കൃപാസനത്തിൻ്റെ എത്രയോ ഞങ്ങളുടെ ആദ്യകാലങ്ങളിലുള്ള മിഷനറി എന്ന് പറഞ്ഞാൽ അഖണ്ഡ ജപമാലയായിരുന്നു. അഖണ്ഡ ജപമാല എന്ന് പറയുമ്പോൾ മരിയൻ തപസ് ധ്യാനവും അഖണ്ഡ ജപമാലയുമായിരുന്നു. അപ്പോൾ 1000 മണി ജപമാലയാണ്. ഈ മരിയൻ തപസ്സിന് വേണ്ടി പട്ടിണി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാർ പോലും
കാത്തിരിക്കുന്നത് അവസാനം അഖണ്ഡ ജപമാല ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മളിതൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അണമുറിയാതെ ഉടമ്പടി നടക്കുന്ന കാരണം നമുക്കിവിടെ ഇനി അങ്ങനെയുള്ള താമസിച്ചുള്ള ധ്യാനങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ അടുത്ത സ്ഥലത്തിൽ അതിന് ധ്യാനകേന്ദ്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് താമസിച്ചുള്ള ധ്യാനം വരും. അപ്പോൾ താമസിച്ചുള്ള ധ്യാനം വരുമ്പോൾ ഇതെല്ലാം മാറും. ഉടമ്പടി ധ്യാനം തന്നെ ആയിരിക്കും വരാൻ പോണേ. ഇനി ഉടമ്പടിയുടെ തന്നെ അപ്ഗ്രേഡേഷനുള്ള ധ്യാനങ്ങളാണ് അത്. നമ്മൾ സാധാരണ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി താമസിച്ച് ഉടമ്പടി ധ്യാനം കൂടി അതിൽ ജീവിക്കണം തമ്മിൽ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാകും. അഭിഷേക ലെവലിലെല്ലാം നിലവാരമെല്ലാം വ്യത്യാസം ഉണ്ടാകും. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. താമസിച്ച് കൃപാസനത്തിൽ ഒരു 3 ദിവസം താമസിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും. പക്ഷേ ആ താമസ ധ്യാനം അതിന് കുറേ കഷ്ടപ്പാടുണ്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ. എന്ന് പറഞ്ഞ് ഇത് കഷ്ടപ്പാടില്ലെന്നല്ല പറയണത്. ഇത് ഇപ്പോൾ ഒരു ചാലുവായിട്ട് 110 സ്റ്റാഫുണ്ട്. വളരെ സുന്ദരമായ രീതിയിൽ അതിന് കറക്റ്റായിട്ടാണ് പോണത്. എത്ര ആൾ വന്നാലും ഇത്രയും ചെറിയ സ്ഥലത്താണെങ്കിൽ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണമുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഇത്തിരി ഞെരുക്കം ഉണ്ടാവും. ഞെരുക്കം വേണം ശരിക്കും. ഞെരുക്കം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാണ്. അല്ലാതെ AC പോയി നിങ്ങൾ നോക്കിയോ, ഇനി ഈ പള്ളികളെല്ലാം AC ആകാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ പള്ളികളൊക്കെ ഇപ്പോൾ തന്നെ AC ആകാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ AC പള്ളിയിൽ ഇരിക്കാൻ ആളുണ്ടാകുന്നുള്ളത് വേറെ വിഷയമാണ്. നമ്മൾ യൂറോപ്പിനും പള്ളി എല്ലാം AC ആണ്, പക്ഷേ ആളില്ല ഇവിടെ. അതല്ല പ്രശ്നം. AC ആകണമല്ല പ്രശ്നം. തണുപ്പിങ്ങനെ അനുഭവിക്കണമല്ല, ആത്മാവിൻ്റെ തണുപ്പ് അനുഭവിക്കണം. അതാണ് വിഷയം. ആത്മാവിൻ്റെ തണുപ്പ് അനുഭവിക്കണം. പള്ളി ചിലപ്പോൾ ഈ ഓലപ്പള്ളിയിലായാലും ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന ആഫ്രിക്കയിലാണ്. ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന ആഫ്രിക്കയിലാണ് ഏറ്റവും സഭ കുതിച്ചുയരണത്. അവിടെ പള്ളി കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഈ ഇതില്ലേ പനയോല കൊണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തട്ട് കെട്ടി നമ്മളെ ഈ മീൻ തട്ടില്ലേ, നമ്മൾ കാണുന്ന മീൻ തട്ടില്ലേ, അത് നമുക്ക് സങ്കടം വരും, കരച്ചിൽ വരും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ. അതേ ഉള്ളവർക്ക്. പക്ഷെ അത് വെച്ച് അതിമേ കുർബാന അതുപോലെ തട്ടുണ്ടാക്കി അതിൻ്റെ പുറത്ത് തുണി വിരിച്ച് കുർബാന ചെല്ലിക്കണവർ. പക്ഷേ ചെല്ലണ ആൾക്കാരുടെ നിപ്പ് കാണണം, ഇൻസ്പിരിറ്റഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ തണുത്ത ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു കാലത്ത് കേരളത്തിൽ കൂടുതലായിരുന്നു. അതിനുശേഷമാണ് ദൈവം ഇതിനെ നവീകരിച്ച് ഇതിന് ആധ്യാത്മികതയുടെ പുതിയ തലങ്ങളിലേക്ക് വരുമ്പോഴാണ് കേരളം ഉടമ്പടിയിൽ എത്തിച്ചേരണത്. ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യണത്. കാര്യം എന്താ വിഷയം എന്ന് വെച്ചാൽ, ദൈവത്തെ ആരന്വേഷിച്ചാലും ദൈവം സമീപസ്ഥനാണ്. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മക്കളെ, ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഈ വായിച്ച വാക്കില്ലേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇത് നമ്മൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് നമുക്ക് 10ാം ക്ലാസ്സിൽ വായിച്ച പോലെ ഇരിക്കും നമ്മൾ ചിലപ്പോഴും 40ാമത്തെ വയസ്സിലും വായിക്കണത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഏഞ്ചൽ താര ഒരു സാക്ഷ്യം പറഞ്ഞത്. ഏഞ്ചൽ താരയുടെ സാക്ഷ്യം പറയുമ്പോൾ ഏഞ്ചൽ താരയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ MSc ഓർഗാനിക് കെമിസ്ട്രിയാണ് എടുത്തിരിക്കുന്നത്. MSc ഓർഗാനിക് കെമിസ്ട്രി എടുത്തിട്ട് അവരുദ്ദേശിക്കുന്ന US പോയി അവർക്ക് PhD ചെയ്യാം എന്നാണ്. പക്ഷേ അങ്ങനെ എടുത്തെങ്കിലും ഇതൊക്കെ ഒരു സങ്കല്പമാണ്. പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റണില്ല. പല കാര്യങ്ങൾക്കും പലയിടത്തും ഇങ്ങനെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തൊക്കെ ഇങ്ങനെ എല്ലാം റിജക്ഷൻ വരികയാണ്. ഒരു ദിവസം എന്നാലും ഇവള് സാധാരണ ഒരു പ്രാർത്ഥനാ രൂപമായിട്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിലും ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലൈഫ് വെയിറ്റ് വെച്ച് ജീവിതം ഭാരപ്പെട്ട്, എൻ്റെ മക്കളെ, ജീവിതം ഭാരപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിളിയായിട്ടാണ് നമ്മൾ വിവേചിക്കേണ്ടത്. അല്ലാതെ നമുക്കെന്തോ സംഭവിച്ചെന്നാണ് ആൾക്കാർ പറയണത്. അത് പറഞ്ഞോട്ടെ, ദൈവത്തെ അറിയാത്തവരങ്ങനെ പറയും. ജീവിതം ഭാരപ്പെടുമ്പോൾ
നിനക്ക് മാത്രം പൊക്കാൻ പറ്റാത്തതായിട്ട് ജീവിതം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിന് കൂടി നിന്നെ സഹായിക്കാനുള്ള ചാൻസ് അവിടെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയെന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ഭാരപ്പെടലൊരു ദൈവവിളിയാണ്. ദൈവവിളിയാകുമ്പോൾ അപ്പം ദൈവവിളിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതെന്ന് കൊണ്ടുപോകുന്നതിന് കുറച്ച് ഈ പ്രസവ വേദനയൊക്കെ ഉണ്ട്. കാര്യം ഇവളിങ്ങനെ നിസ്സഹായമായിട്ട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആങ്ങളുടെ കാര്യം ഒക്കണില്ല, ഇവളുടെ കാര്യം ഒക്കണില്ല. ഇവർ രണ്ടുപേരും ഒരു കമഫൈജായി വരികയാണ്. ഇനി ജീവിതം എങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആങ്ങളൊക്കെ ഐഡിയ ഇല്ലാതെ, കാരണം ആളങ്ങ ഇങ്ങനെ ഇവള് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ ആങ്ങളെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഈ പള്ളിയിൽ നടക്കുന്നത്? വല്ല കാര്യമുണ്ട്? എന്തിനാ വല്ലയിടത്തും എത്തിയ വല്ലത്തും നടന്ന അവന് വിറഞ്ഞ് ശരിക്കും. അപ്പോൾ ഇവള് കരഞ്ഞ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, രണ്ടുപേർക്കും ഒരു ജീവിതം ഇങ്ങനെ കൂമ്പടഞ്ഞ പോലെ നിൽക്കുകയാണ്. പക്ഷേ അവളിൽ ആങ്ങളേക്കാൾ കുറച്ചുകൂടി പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ലെവൽ ഭയങ്കര ശ്രദ്ധിക്കണം മക്കളെ. അതായത് ദൈവിക പദ്ധതികളെ വിവേചിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മസ്റ്റാണ്. അപ്പം അതിനേക്കാൾ കുറച്ചുകൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നപ്പോൾ ഇവൾ എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോൾ കൂമ്പടയുകയാണ് മൊത്തം. ജീവിതത്തിൽ തിരിച്ച് കൗണ്ട് ഡൗൺ ആണ് ജീവിതത്തിലേക്ക്. അതൊക്കെ മനസ്സിലാകുന്നുണ്ടത്, കൗണ്ട് ഡൗൺ ആണ്, താഴേക്ക് വരികയാണെന്ന്. അപ്പോൾ അവളുടെ മനസ്സ് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇനിയുള്ളത് ഉടമ്പടിയേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലോട്ട് നേഴ്സ് പറഞ്ഞത് എനിക്ക് ഉടമ്പടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇതെവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ല. ആലപ്പുഴ കണ്ടുപിടിക്കണം, പിന്നെ ഇവിടെ വന്ന് കൃപാസം കണ്ടുപിടിക്കണം. ദൈവം അനുസരിച്ച് മാതാവ് എന്ത് മനോഹരമായിട്ട് ചെയ്തത്. കാര്യം നാഷണൽ ഹൈവേ തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ കൃപാസത്തിൻ്റെ വാതിക്കല വണ്ടി, ബസ്സിലായിട്ട് കാലെടുത്ത് വെച്ചാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ രണ്ടാമത്തെ റോഡ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പാസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും ആദ്യം വരുന്നവർക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമാണ്. ഇതെവിടെയാണ്, ആര് കൊണ്ടുപോകും, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും. കാര്യം ഉടമ്പടി കുറേ 13 കൗണ്ടേഴ്സ് ഇല്ലേ, അപ്പോൾ അവിടെയാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ പതുക്കെ പിന്നെ പോകാം എന്ന് പറയുമ്പോഴും ഈ പിന്നെ പോകാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോഴും ചില സമയത്ത് ജീവിതം ഇനി ഉടമ്പടിയിലല്ലാതെ വരെ മാർഗമില്ലെന്ന് മനസ്സിലാകും നമുക്ക്. അപ്പം അങ്ങനെ ഉടമ്പടി എടുക്കും. അങ്ങനെ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ അവർ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യും. അതായത് കുറച്ച് കഷ്ടപ്പെട്ട് എടുക്കാനത്തെ താമസങ്ങൾ എടുത്തു പോയാൽ അവർ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോഴും ഏറെക്കുറെ മനസ്സിലാകുന്ന മുമ്പ് ഇവർക്ക് മനസ്സിലാക്കണത് ഏഞ്ചൽ താരയുടെ പെട്ടെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടി. അമേരിക്കയിൽ പോകണോ PhD എടുക്കാൻ വേണ്ടി, അതോ പിന്നെ ഇന്ത്യയിലെ പരീക്ഷ എഴുതണോ, പോയാൽ കിട്ടുമോ? ഇപ്പോൾ ഇന്ത്യയിലെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും പ്രശ്നം കിട്ടുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇന്ത്യയിൽ പരീക്ഷയ്ക്ക് വരണ 140 കോടി ജനങ്ങളല്ലേ, അതിൻ്റെ അകത്ത് 35 ലക്ഷം പേരൊക്കെയാണ് ഗേറ്റൊക്കെ എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ എല്ലാവരും ചാടി വിദേശത്തേക്ക് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അവിടെയൊക്കെ ആൾക്കാർ കുറവാണല്ലോ. അമേരിക്കയിൽ തന്നെ 29 കോടിയേ ഉള്ളൂ. അതിൻ്റെ ഏതാണ്ട് 6-7 ഇരട്ടാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ റഷ്യയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി MBBS എഴുതണത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വേറെ FNG എന്ന് വേറെ എക്സാമുണ്ട്. അത് 12% ഈ കൊല്ലത്തെ ഈ ജയസാധ്യത. 12%. 100 പേര് എഴുതിയാൽ ഇന്ത്യ ഗവൺമെൻറ് 12 പേരെ ജയിപ്പിക്കാമെന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കാരണമാണ് തോൽവി കൂടുതൽ വരണത്. അപ്പോൾ എന്താ പറ്റുക, അതിൽ എഴുതിയിട്ട് കുറേ FNG എഴുതി കുറേ പേര് ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അതിന് ആ 12 പേരിൽ ഒരാളായിട്ട് വരണോ? ഇപ്പോൾ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബാരക്കേടും തട്ടിമറിക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ വിഷയം വെച്ചാൽ ഉടമ്പടി ഫോളോ ചെയ്യണം. ഇപ്പോൾ ഇവരുടെ ഏഞ്ചൽ താരയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അവൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ മാറി. ഉടമ്പടി വന്നപ്പോൾ തന്നെ, ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കൺഫ്യൂഷൻ മാറും. കൺഫ്യൂഷൻ മാറിയതിന് ശേഷം എന്ത് ചെയ്ത് അവരൊന്ന് ഗേറ്റ് എക്സാം എഴുതാമെന്ന് പറയും. ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ IIT പോകണതിനാണ് ഗേറ്റ് എക്സാം എഴുതുന്നത്. ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ അവർക്ക് 252ാമത്തെ റാങ്ക് കിട്ടി. അപ്പോൾ ലൈഫ് കറക്റ്റായപ്പോൾ പെട്ടെന്ന് കറക്റ്റായത്
ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ഗേറ്റ് എക്സാം എഴുതുന്ന ഇന്ത്യയിൽ ഇവൾക്ക് 252 റാങ്ക് കിട്ടി. 252 റാങ്ക് കിട്ടി കഴിഞ്ഞപ്പോൾ അത് രസമുണ്ട്. ആ ഗേറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കർത്താവ് പഠിക്കാതെ എങ്ങനെ ജയിക്കണത്, പഠിക്കാതെ ജയിക്കുന്ന ആൾക്കാർ പഠിക്കാതെ എങ്ങനെ ജയിക്കണത്, പഠിക്കാത്തവന്മാർ കർത്താവ് സഹായിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു അത് കള്ളത്തരമാണ്, ഉഡായിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, കള്ള വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ നോക്കണം. ഇപ്പോൾ ഈ MSc ഓർഗാനിക് സയൻസ് ഓർഗാനിക് കെമിസ്ട്രി എടുത്തിരിക്കുന്ന ഈ എൻ്റെ തര പറയണമെന്ന് വെച്ചാൽ ഇവരവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് 2 സിലബസാണ്, ഇവർ 2 ചാപ്റ്ററാണ് പഠിച്ചിരുന്നത്. അത് വെച്ച് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന്. നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. വെച്ചാൽ നമ്മൾ ബൈബിളിൻ്റെ മൊത്തം ഘടന അറിയാൻ പാലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ബോധമില്ലാതെ വല്ലതൊക്കെ വിളിച്ചു പറയണത്. പക്ഷേ ബൈബിളിൻ്റെ ഘടന എന്താണ്? ബൈബിള് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കർത്താവ് മനുഷ്യൻ്റെ ജീവിതത്തെ വിലയിരുത്തിയിട്ട് എടുത്ത ഒരു ഫോർമുലയാണ്. എന്താണ്? ജീവിതത്തിൽ പല കാര്യങ്ങളും മെറിറ്റിൽ നടക്കത്തില്ല. ഇനി മെറിറ്റിൽ നടന്നാൽ പോലും എന്താ പ്രശ്നം? ആ മെറിറ്റ് പല ആൾക്കാർക്കുള്ള കാരണം ഡെഫിഷ്യൻസി ഓഫ് സീറ്റ് വരുമ്പോൾ മെറിറ്റുകാരൻ പുറത്താകും. അപ്പം മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണത് എന്താണ്? മെറിറ്റിൽ കയറി ഇപ്പം കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് വേദപാഠത്തിൽ പോലും വിടാതെ വെളുപ്പിന് എഴുതി വെച്ച് ട്യൂഷന് വിടത്തില്ലായിരുന്നു ഇല്ലേ? അതിൻ്റെ അർത്ഥത്തിൽ മെറിറ്റ് അത് ദൈവഭയമില്ലാത്ത കൊണ്ടും ദൈവബോധമില്ലാത്ത കൊണ്ടും സംഭവിക്കുന്നതാണ്. എന്നുവെച്ചാൽ വേദപാഠത്തിന് പോലും വിടാതെ 8ാം ക്ലാസ്സുകാരെയും 9ാം ക്ലാസ്സുകാരെയും പണ്ട് വെളുപ്പിന് എഴുന്നേൽപ്പിച്ച് അപ്പനും ആങ്ങളമാരും കൊണ്ടുപോയി ട്യൂഷനാക്കി കൊടുക്കുമായിരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? മെറിറ്റാണ് ഉദ്ദേശിക്കുന്നത്. മെറിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ മെറിറ്റിൽ നിങ്ങൾ വന്നാലും സീറ്റ് കുറവാണെങ്കിൽ എന്തു ചെയ്യും? ഇപ്പം മെറിറ്റിൽ 1000 പേര് വന്നു, സീറ്റ് 500 ഉള്ളു. അപ്പം 500 മെറിറ്റുള്ളവർ പുറത്താകത്തില്ലേ? അപ്പം പിന്നെ എന്താണ്? ഇങ്ങനെ വരുന്നൊരു വിഷയത്തിന് ഇതിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവബലം പ്രാപിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിത ഉപായത്തിന് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് ദൈവം വെച്ചിരിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്കല്ല. നിത്യരക്ഷ എന്ന് പറയുന്ന ഹെവി വെയിറ്റുള്ള വിഷയങ്ങൾ മനുഷ്യൻ്റെ കൈപ്പിടി ഒതുങ്ങാത്തത് കാരണം അത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ കൃപയാലേ. അപ്പം കൃപയാലേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഉടമ്പടിയിൽ അന്വേഷിക്കുന്നത് എന്താണ്? ഈ കൃപ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളെ കൊണ്ട് കുറേ വർക്ക് ചെയ്യിക്കുന്നുണ്ട്, ഹോംവർക്കുകൾ ചെയ്യിക്കുന്നുണ്ട്. ആ ഹോംവർക്കുകളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ബ്ലെസ്സിങ് അല്ല. നിങ്ങൾ ഓർക്കണത് അച്ഛനിങ്ങനെ പത്രം കൊടുപ്പിക്കണതും പ്രേക്ഷപ്രവർത്തകർക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണെന്ന്. നിങ്ങൾ കൊടുക്കണതും അങ്ങനെയാണ്. ജോലി കിട്ടാനും ജപ്തി മാറാനും അതുപോലെ വീട് വെക്കാനൊക്കെയാണ് ആൾക്കാരിങ്ങനെ പേരും കൊണ്ട് നടന്ന് ചിലരെങ്കിലും പത്രം കൊടുക്കണത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം യഥാർത്ഥ ഉടമ്പടിക്കാർക്കറിയാം. എന്താ പറഞ്ഞ വഴിപാട് ഉടമ്പടിക്കാരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവരവിടെ പോയിരുന്ന് ഉറങ്ങുകയും ചെയ്യും, 10 പുതുക്കിയാലും ചുമ്മാ കിളിച്ചോണ്ട് നടക്കണ കാണാം. എന്താണെന്ന് പോലും അറിയാം. ഏതപ്പ കോതമംഗലം എന്നൊക്കെ പറയത്തില്ല പണ്ട് എന്ന് പറഞ്ഞവരിയ്ക്കും. അത് വെച്ചാൽ അവരെ യഥാർത്ഥ ഉടമ്പടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വഴിപാട് ഉടമ്പടിക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചാണ് അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോഴേ ഈ ഏഞ്ചൽ താര ഉടമ്പടി പുതുക്കിയപ്പോഴേ ഇവിടെ വെച്ച് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. എന്താ ഡിസിഷൻ എടുത്തത്? ഞാൻ ഇനി എല്ലാം വൃത്തിമേനയുമായിട്ട് ചെയ്യുമെന്ന്. ആ ഒറ്റ തീരുമാനമാണ് രക്ഷിച്ചത്. ഏഞ്ചൽ താര ഉടമ്പടി പുതുക്കിയപ്പോൾ പറഞ്ഞത് എന്താണ്? ഞാനിനി എല്ലാം ഉടമ്പടി അർഹിക്കുന്ന അതേ പ്രതിബദ്ധതയോടെ ഞാൻ ഉടമ്പടി ചെയ്യുമെന്ന്. അപ്പം അതെന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് സിൻസിയറാണ്. അപ്പോഴിവർക്ക് ദൈവം കണ്ണീരിൻ്റെ വരം കൊടുക്കും. കണ്ണീരിൻ്റെ വരം ഭാഷാവരങ്ങളുടെ കൂട്ടത്തിലും രോഗശാന്തി വരം, അതുപോലെ തന്നെ വിശ്വാസവരം, കുറേ വരങ്ങൾ നമുക്ക് പരിശുദ്ധാത്മ നൽകുന്നില്ലേ? അതിന് ഏറ്റവും ഈ ഭാഷാവരത്തേക്കാൾ താഴ്ന്ന ഒരു വരവാണ് കണ്ണീരിൻ്റെ വരം എന്ന് പറയും. പൊതുവേ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. അതായത് ചില ആൾക്കാർ
ഈശോ എന്ന് വിളിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു വരും. അതിനാണ് കണ്ണീരിൻ്റെ വരവെന്ന് പറഞ്ഞത്. ദൈവസ്നേഹം കൊണ്ടാണ് ഈശോ എന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ ഈ അവൾക്കറിയാം. ഏഞ്ചൽത്താര ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാനത് യൂട്യൂബിൽ നിന്നാണ് കേട്ടത് ആ സാക്ഷ്യം. പക്ഷേ അത് അതായത് ഇവരിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ അവരുടെ അടുത്ത് തീരുമാനം എന്താണ്, ഞാനിനി എല്ലാം കൃത്യമായി ചെയ്യാൻ പോവുകയാണെന്ന്. കൃത്യമായി ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ആ അരമണിക്കൂർ കൃത്യമായിട്ടിരുന്ന് വചനം വായിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് ചെയ്യണില്ലല്ല പലരും. അതാണ് വഴിപാട് ഉടമ്പടി എന്ന് പറയണത്. എന്നുവെച്ചാൽ 10 മിനിറ്റ് വായിക്കും, പിന്നെ മടക്കി വെക്കും, പിന്നെ വായിക്കാതെ പറയും, പിന്നെ വായിക്കത്തില്ല. വഴിപാട് ഉടമ്പടിക്കാർ കൃപാസനത്തിൻ്റെ ബാധ്യതയാണ് എപ്പോഴും. കാര്യം എന്താണ്, അവർ ഉടമ്പടി ഇപ്പം ചില രോഗികളില്ലേ മരുന്നൊക്കെ വാങ്ങിക്കും, ഭയങ്കര ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് മേടിക്കും, ഇപ്പോൾ കുടിക്കത്തില്ല. ഇത് എന്നിട്ട് തലയുടെ അടി വെച്ചേക്കും, കഴിക്കത്തില്ല. ഇങ്ങനെ കുറേ വഴിപാട് രോഗികളുണ്ട്. അവരാണ് ഈ വഴിപാട്. അവരച്ഛൻ പറയും, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉടമ്പടി ധ്യാനം ഇവിടെ കൂടാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ? കൃത്യമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാമെന്ന് കർത്താവിൻ്റെ തിരുസന്നിധി പ്രതിജ്ഞ ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ കൂടുന്നതല്ല, നിങ്ങൾ കൂടുന്ന വലിയ ദൈവാനുഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കടത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നാലും നിങ്ങൾ യൂട്യൂബിൽ വരുമ്പോൾ ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. അത് സത്യസന്ധമായിട്ട് ദൈവത്തോട് അടുപ്പമുള്ള ആൾക്കാർ വീണ്ടും ഒന്ന് കേൾക്കാൻ വേണ്ടി നോക്കണം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവർ 2 പ്രാവശ്യം കേൾക്കുന്ന കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ എല്ലാം പിടികിട്ടും. അപ്പോൾ ഏഞ്ചൽത്താര ഇങ്ങനെ വന്നു വെച്ചാൽ പറഞ്ഞ് ഇങ്ങനെ ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ വചനം വായിക്കുകയാണ്. വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കണ്ണീരിൻ്റെ വരം കൊടുക്കും. കണ്ണീരിൻ്റെ വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആദ്യം തൊടുമ്പോൾ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ജീവ എന്ന് പറഞ്ഞൊരു മോളിലിരുന്ന്. അപ്പോൾ അവരുടെ വിഷയത്തിൽ അവരൊരു ലാബ് ടെക്നീഷ്യനാണ്. അവിടുത്തെ പലരുടെ സമയം കൊണ്ട് ആൾക്കാർ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ഞാനിങ്ങനെ കിട്ടുമ്പോൾ മേടിക്കും, എവിടെയെങ്കിലും വെക്കുമെന്ന്. അപ്പം നിങ്ങൾ ഓർക്കും, നിങ്ങൾ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും, ഇവരൊക്കെ എന്ത് കാര്യം, അവർ നോക്കണ കൂടിയില്ല പത്രത്തെ. അങ്ങനെയൊന്നും പറയരുത്. അവർ നോക്കണ ഒരു ടൈം വരും. എല്ലാവരും കൃപാസനം പത്രം നോക്കണ ഒരു ടൈം ഉണ്ടാവും. കാര്യം എന്താ, ഞങ്ങളാണെങ്കിൽ പത്രം, ഞാനാണെങ്കിൽ എൻ്റെ പ്രസംഗങ്ങളെ ഉടമ്പടിക്ക് കർത്താവ് തരുന്ന പ്രസംഗങ്ങളെയാണ് ഈ ജോമൾ സിസ്റ്റർ എഡിറ്റ് ചെയ്ത് ബീനയെന്ന് പറഞ്ഞ സിസ്റ്റർ അടിച്ച് ഇത് എടുത്തിട്ട് പല പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കും. അതിൻ്റെ കറക്റ്റ് ഉടമ്പടി വെളിപാട് എന്താണെന്ന് ഈ ആഴ്ചത്തെ പ്രൈമറി വെളിപാട് എന്താണെന്ന് നോക്കും. അപ്പോൾ വെളിപാടുകളാണ് ഇടുന്നത് അതിൻ്റെ അകത്ത്. അല്ല ഇവിടെ നിങ്ങൾ പഠിച്ചിട്ട് വന്ന് നിങ്ങളോട് പറയണമല്ല. ഉടമ്പടിയിൽ ഈ അമ്മയുടെയും ഈശോയുടെയും നടുക്ക് ഞാൻ നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന നിങ്ങളോട് പറയുന്ന പ്രബോധനങ്ങളുടെ രത്നച്ചുരുക്കമാണ് അഭിഷേകമായിട്ട് പത്രത്തിൽ വരണത്. അത് നിങ്ങൾ വായിക്കണം. അത് കുറച്ച് പേർ അത് വായിക്കില്ല, കൊടുക്കും. മഴയും കൊണ്ട് നടന്ന് കൊടുക്കും, പക്ഷേ ഒരിക്കലും പത്രം വായിക്കത്തില്ല. പത്രം വായിക്കുന്നതിനല്ല, അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ അത് ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ അഭിഷേകം കിട്ടും. അഭിഷേകം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടാൻ പോകുന്നത് കൊണ്ടാണ് ആ സാക്ഷ്യം വായിക്കുമ്പോൾ അഭിഷേകം കിട്ടണത്. അത് ബോധം കൊണ്ടാണ് മനസ്സിലാക്കണത്. ഇപ്പം ചില സാക്ഷ്യങ്ങൾ ഇപ്പം തന്നെ ജീവ പറയണത് ഉടമ്പടി എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം ഇങ്ങനെ മാറ്റി പത്രം വെച്ചെങ്കിലും കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവയുടെ അമ്മയ്ക്ക്, അപ്പം മരിച്ചു പോയായിരുന്നു നേരത്തെ അമ്മയെ ഉള്ളത്, അമ്മയ്ക്കൊരു ബോധക്കേട് വന്ന് അത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പാങ്ക്രിയാസിന് വീക്കം വരികയും, പാങ്ക്രിയാസ് വീക്കം, അത് പിന്നെ MRI സ്കാൻ എടുത്തപ്പോൾ സിസ്റ്റുണ്ട്, വയറ്റിൽ വെള്ളമുണ്ട്. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെയാണ് ഇതൊക്കെ ചെയ്യണത്. ഇപ്പം അമ്മ കൈവിട്ട് പോണ പോലെ, കാര്യം അമ്മ നോക്കണില്ല, ഇങ്ങനെ അമന്ന് കിടക്കണം മാത്രമേ ഉള്ളൂ, ബോധമില്ല, തിരിച്ചറിയണില്ല. അപ്പം അപ്പനാ കൈവിട്ട് പോയി, ഇനി അമ്മയും കൈവിട്ട് പോയി എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം കഴിഞ്ഞ് കുഞ്ഞുണ്ടെങ്കിലും അമ്മയാണ് ആശ്രയം. അപ്പോൾ അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്, എന്നാൽ പോയി ഉടമ്പടി എടുക്കാവുന്ന കണ്ട. അപ്പോൾ പത്രം മാറ്റിവെച്ച ആളാണ് പണ്ട്. എന്തെങ്കിലും അങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു മടുപ്പ് കാണിച്ച് പത്രം മാറ്റിവെച്ചാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അവർക്ക് കൊടുക്കണ ഇപ്പോഴത്തെ ഒരു ആഹാരമല്ല, അതൊരു പൊതിച്ചോറ് പോലെയാണ്. അത് അവർക്ക് വിശക്കുമ്പോൾ അവരെടുത്ത് കഴിച്ചോളൂ. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഓർത്തിട്ട് നിങ്ങൾ അയ്യോ വാങ്ങിച്ചില്ലല്ലോ
എന്തോ റിജക്ഷനാണ് വരുന്നതെന്ന് അങ്ങനെ പറയരുത്. അവർ വാങ്ങിക്കണ ഒരു സമയം, അവർക്ക് വിശക്കണ ഒരു ടൈമുണ്ട്, അപ്പം ആ സമയം എടുത്ത്. പക്ഷേ മക്കൾ കൊടുക്കുന്നതിലൊരിക്കലും നിങ്ങളൊരിക്കലും മടുപ്പ് തോന്നരുത് നിങ്ങൾക്ക്. കാര്യം ഇത് മടുക്കാൻ പ്രാർത്ഥന പോലും നമ്മൾ സൂക്ഷിച്ചില്ലേ മടുത്തു പോകുന്ന ഈ മനസ്സിലാക്കിയിട്ടാണ് ഈശോ പറഞ്ഞത് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കണം. മടുപ്പ് തോന്നിയാലും പ്രാർത്ഥിക്കണം. കാര്യം ചിലപ്പോൾ നമ്മൾ വല്ല പനിയാവിലൊക്കെ പിടിച്ച് കിടക്കുമ്പോഴേ, ഇപ്പം ഞാനൊക്കെ ആശുപത്രി കിടക്കും, എനിക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലോക്കായി പോയില്ല, കഫം കയറിയിട്ട് പുറത്ത് തണുത്താൽ മതി, അപ്പം തണുപ്പിനോട് അലർജിയാണ്. ഇപ്പോഴല്ല, 2 വയസ്സ് മുതൽ ഞാൻ ഇതാണ് അവസ്ഥ. പക്ഷേ എന്തായാലും അപ്പോഴങ്ങനെ വന്നുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ലല്ലോ, പനി കയറി കഴിഞ്ഞാൽ 100-300 വന്നാൽ കഴിക്കാൻ വരും. പക്ഷെ വേറെ മാർഗമൊന്നുമില്ല. അവർ കുറച്ച് നാളൊക്കെ ട്രിപ്പിട്ട് തരും, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലൂടെ ട്രിപ്പിട്ട് തരും, എന്തെങ്കിലും ഒരു മിനറൽസ് തരും. പക്ഷെ അതുകൊണ്ടൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കഴിച്ചേ മതിയാകത്തുള്ളൂ. മടുപ്പാണെങ്കിലും കഴിച്ചേ മതിയാകത്തുള്ളൂ. അതാണ് വിഷയം. ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അവസ്ഥ. കർത്താവ് പറഞ്ഞത് എന്താണ്? മടുപ്പാണെങ്കിലും പ്രാർത്ഥിച്ചേ. അതാണ് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഉപമ പറഞ്ഞു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നീ കൂടവേ, പറഞ്ഞു യേശുവേ, യേശുവേ നീ കൂടവേ, ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. യേശുവേ നീ കൂടവേ, ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. യേശുവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ സാധുവിനെ എന്തെല്ലാം സംഘർഷമുണ്ടായാലും അതിനെ എനിക്കൊരു സങ്കടവുമില്ല. സാധുവിന് എന്നും ഈ മണ്ണിലെന്നതിൻ്റെ അർത്ഥം. അതായത് ഈശോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചഞ്ചലവുമില്ല, ഒരു സംഘർഷവുമില്ല, ഈ സാധുവിന് ഈ മണ്ണിലെന്നാണ്. ഭക്തിയുടെ, ദൈവസ്നേഹത്തിൻ്റെ ഭക്തിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും ആത്മധൈര്യം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അഭിഷേകഗാനമാണിത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. വായിച്ചോളൂ സുവിശേഷം. ലൂക്കാ 18:1. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പൊ ഉപമ നമുക്കറിയാം, അത് ഞാനിപ്പോൾ അത് നമ്മുടെ വിഷയം, ഇപ്പം നമ്മുടെ ധ്യാന വിഷയമല്ല. പക്ഷെ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഭഗ്നാശരാകാതെ, പുതിയ PSC ബൈബിളിൻ്റെ തർജ്ജിമയാണ്. മുത്തയുടെ ബൈബിളിലുള്ളത് മടുപ്പ് കൂടാതെ എന്നാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായി ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ടെൻഷൻ കാരണം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കാതെ പറ്റത്തുമില്ല, മനസ്സിലായില്ലേ? അതാണ് PSC ബൈബിൾ വളരെ കൃത്യമായിട്ട് ഗ്രീക്കിൽ നിന്നെടുത്താണ് PSC ബൈബിൾ ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്ന ബൈബിള്. അത് കറക്റ്റ് ഗ്രീക്ക് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെടുത്തിട്ടാണ് PSC ബൈബിൾ എടുത്തിരിക്കുന്നത്. കൊണ്ടാണ് ഭഗ്നാശരാകാതെ എന്നാണ്. കാര്യം ടെൻഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ടെൻഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാതെയും പറ്റത്തില്ല, അതാണ് വിഷയം. അപ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? ടെൻഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഏത് സംഘർഷ സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇടങ്ങളിലും പ്രാർത്ഥിക്കാനായി എന്നെ പ്രാർത്ഥനാ വരത്താൽ അഭിഷേകം ചെയ്യണം. അപ്പൊ വൈക്കം പറയണത്, അവസാനം ഞാൻ ഉടമ്പടി എടുത്തു. കാര്യം ഉടമ്പടി അല്ലാതെ ഇനി എനിക്ക് ജീവിതത്തിൽ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വന്നു. എൻ്റെ അമ്മ പോവുകയാണ് കർത്താവിൻ്റെ അടുത്തേക്ക്. ഓർമ്മയുമില്ല, ഞങ്ങൾ നോക്കണം കൂടിയില്ല, സഹിക്കാൻ പാടില്ല. അപ്പം ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അതാണ് സംഘർഷ സമയമാണ്. അപ്പോഴും ഉടമ്പടിയിൽ ഉള്ളൊരു പ്രശ്നം, നിങ്ങളുടെ പ്രാർത്ഥനകൾ വരുന്ന വിജൃംഭണങ്ങളെ, അതായത് അതിലംഘിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് കാരുണ്യ പ്രവർത്തികളിലേക്ക് വരും. അതുകൊണ്ടാണ് വരുന്നത്. ഉടമ്പടി ഒരു ഏറ്റവും ഭയങ്കര ഒരു എന്താണ്, ഏറ്റവും ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് വരണം. അങ്ങനെയാണ്. പിന്നെ എന്താണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്.
ഇതെല്ലാം നമുക്ക് ഡ്രോ ചെയ്യുന്ന ബ്ലെസ്സിങ്സ് അല്ല. നിങ്ങൾ ഓർക്കേണ്ട 10 കൊടുക്കുമ്പോൾ നമുക്ക് ജോലി കിട്ടുമെന്നാണ്. അത് കർത്താവ് ഇതുമായിട്ട് നിങ്ങളങ്ങനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഇതിലൂടെ ചെയ്യണ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, പത്രം കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത് ഒരു 50,000 ഒരു 5 അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു ഇതാണെങ്കിൽ, വരുമാനമാണെങ്കിൽ നമ്മൾ ജോലി കിട്ടുന്നത് അതൊരു 5,000-ൻ്റെ ഒരു വിഷയമേ ഉള്ളൂ. നമുക്ക് ജോലി ജീവിത വിഷയമായതുകൊണ്ട് നമ്മൾ ജോലിക്ക് ഓവർ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ നമുക്ക് പത്രത്തിൽ പ്രേക്ഷിതപ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നത് അതല്ല. 10,000 ജോലി കിട്ടിയാലും കിട്ടാത്ത ദൈവത്തിൻ്റെ കൃപയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നത്. അപ്പം ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ കൃപാനിലവാരത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ജോർജ് ചേട്ടനുണ്ടല്ലോ, സിബി ജോർജ് പറയണത്, ഞാൻ ഉടമ്പടി, സിബി ജോർജിൻ്റെ വിഷയം എന്താണെന്നറിയോ? അതാണ് സിബി ജോർജിൻ്റെ വിഷയം. ഒരു സാധാരണ ജീവിതമാണ്, വലിയ കുഴപ്പക്കാരനല്ല, ഭംഗിയായിട്ടൊക്കെ ജീവിച്ചു പോകുന്നൊരു ഒരു സാധാരണ ക്രിസ്ത്യാനി. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ കൃപാസനത്തിൽ വരണമെന്നോ കൃപാസനത്തെക്കുറിച്ച് അറിയണമെന്നോ, കൃപാസനം ഒരു സാധാരണ ധ്യാനകേന്ദ്രമാണല്ലേ, എല്ലായിടത്തും ധ്യാനകേന്ദ്രങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഐഡിയ പുള്ളിക്കുള്ളത്. പക്ഷെ പെട്ടെന്ന് പുള്ളി ലൈഫിൽ കുറച്ച് എക്സ്ട്രാ എനർജി ആവശ്യമായി വന്ന്, എക്സ്ട്രാ എനർജിയാണ് ഈ വിഷയം ഉടമ്പടിയിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടത്. എക്സ്ട്രാ എനർജി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകള് അവളുടെ വിദ്യാഭ്യാസമായിട്ട് വന്ന ഒരു വിഷയമാണ്. അവൾ കാനഡയിൽ പോയെങ്കിലും അവിടെ പാർട്ട് ടൈം ജോലി പോലും കിട്ടിയില്ല. അതാണ് വിഷയം. കാനഡയിൽ പോയി മകള്, പക്ഷേ പാർട്ട് ടൈം ജോലി പോലും കിട്ടിയില്ല. പാർട്ട് ടൈം ജോലി കിട്ടാതെ വരുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ എന്താ വരാൻ പോണത്? പിന്നെ പൈസ ഇവിടുന്ന് അയച്ചു കൊടുക്കണം. നമ്മൾ കൊടുത്ത പൈസ മാത്രമല്ല, അങ്ങനെ മകൾക്ക് കാനഡയിലെ ജീവിത ചെലവിന് ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മലയാളി കുടുംബങ്ങളല്ല അത് പുള്ളിക്ക് ശരിക്കും ഈ ഭാരം കൊണ്ട് പുള്ളിയുടെ നടുവിങ്ങനെ വെട്ടണ ഒരവസ്ഥ വന്ന്. അപ്പോഴാണിങ്ങനെ അദ്ദേഹം വന്ന് പറയണേ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരണം. പുള്ളി ആദ്യം ട്രെയിനിൽ കയറി, പിന്നെ ബസ്സിൽ കയറി, പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച്, ഒരിടത്തും പുള്ളിക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഞെരുങ്ങിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെറുതെ മാതാവിനെ കണ്ട് കണ്ണീര് പറഞ്ഞിട്ട് പോകാം, അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ടേ. മാതാവിനെ കണ്ട് ഉടമ്പെടുക്കാനൊന്നും ഉദ്ദേശമില്ല, മാതാവിനെ കണ്ട് കണ്ണീര് പറഞ്ഞിട്ട് പോകാം എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ജോർജിനോട് അമ്മ പറഞ്ഞു ഉടമ്പെടുക്കാൻ പറഞ്ഞു. അതാ വിഷയം. എല്ലാവരും വരുമ്പോൾ അമ്മ അങ്ങനെ പറയത്തില്ല. ചിലരോട് വരുമ്പോൾ പറയും, ഉടമ്പെടുക്കാൻ പറയും, ശക്തമായി തോന്നിപ്പിക്കും. അങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ജോർജിനോട് ഉടമ്പെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്കിത് പറ്റുമോ എന്നുവെച്ചാൽ പുള്ളി എല്ലാ ദിവസവും ഇത് സ്മോൾ അടിക്കുന്ന പാർട്ടിയാണ്. അതാണ് ഒരു കുഴപ്പം. പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനെ നാണം കെടുത്തുന്നൊരു പദ്ധതിയാണല്ലേ. കാര്യം എന്താണ്, ഈ പത്രം കൊണ്ട് നടന്ന് വെയിലത്ത് കൊണ്ട് നടന്ന് ഓരോരുത്തർ കൊടുക്കണ്ടേ. ചിലർ ജന്മത്തിൽ സംഭവം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിഷയം വെച്ചാൽ ഈശോ നാണം കെട്ട് തുണിയില്ലാതെ അവർ ഉരിഞ്ഞെടുത്ത് പങ്കിട്ടെടുത്ത് ഇവന് വ്രണമാക്കി കുരിശെ കയറ്റിയിട്ട് 10 മനുഷ്യർ അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ മുമ്പിൽ കൂടെ നടന്നതിനൊക്കെ ആക്ഷേപിച്ചില്ലേ. ഈ ആക്ഷേപം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഞാനങ്ങനെ കുറേ ആക്ഷേപം ഏറ്റെടുത്തിട്ടുള്ളതാണ് കർത്താവിന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതിന് ഐക്യദാർഢ്യം എന്ന് പറയും. കർത്താവ് അനുഭവിച്ച ആക്ഷേപങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യം പുലർത്തുക. എൻ്റെ മക്കളെ, ഈ ലിറ്റർജി ആരാധനക്രമം എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? അതൊരു ഐക്യദാർഢ്യമാണ്. ഐക്യദാർഢ്യം നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരു ഏറ്റെടുപ്പാണ്. കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മളെ ഏറ്റെടുത്തവനാണ്. കർത്താവിനെ എനിക്ക് രക്ഷകനെന്നോ അല്ലെങ്കിൽ കർത്താവ് എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ ഈശോനെ എനിക്ക് വിളിക്കാൻ ഇഷ്ടം ഏറ്റെടുപ്പുകാരനെന്നാണ്. ഏറ്റെടുപ്പുകാരൻ എല്ലാം ഏറ്റെടുക്കും. അത് ബൈബിള് വരുന്നതിന് മുമ്പ് തന്നെ 700 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മകനെ വിടുന്നുണ്ട് ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്ന്. നിൻ്റെ കണ്ണീർ ഏറ്റെടുക്കാൻ, നിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ, നിന്റെ രോഗങ്ങൾ ഏറ്റെടുക്കാൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യേശയ്യ 53:4 നമ്മുടെ വേദനകളാണ് പറഞ്ഞു. ഒരു കൈ ഉയർത്തിക്കൊണ്ട് പറയാം, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ
പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. Praise the Lord. അപ്പം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യണത്. ഇനി അവൻ നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമക്കാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, മിഷനാണ്. ഈശോ കാലാന്തരത്തിലൂടെ ഇങ്ങനെ ജന്മാന്തരങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നിന്റെ ജീവിതത്തിൽ ഒരു ഭാരം വരണത്. അപ്പോൾ കർത്താവിന് നമ്മൾ നിന്റെ ദുഃഖം ഏറ്റെടുക്കാൻ എളുപ്പമാണ്. എന്ത് കാര്യം? നീ കർത്താവുമായിട്ട് ഉടമ്പടിയിലാണ്. അതാണ് വിഷയം. നിനക്ക് ധൈര്യമായിട്ട് പറയാം. എന്താണ്? കർത്താവിൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കും. പറഞ്ഞേ, കർത്താവിന്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കും, കർത്താവിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കും, കാരണം ഞാൻ കർത്താവുമായി ഉടമ്പടിയിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇപ്പോഴ് ഈ സിബി ജോർജാണ് പറഞ്ഞത്, ഉടമ്പടി ഒരു ആവറേജ് ക്രിസ്ത്യനെ അസർ ക്രിസ്ത്യനായിട്ട് ഉയർത്തു വന്നു. ആൾക്കാരുടെ നിരീക്ഷണങ്ങളാണ്, ആൾക്കാരുടെ പരീക്ഷണങ്ങളിലൂടെ അവർ ഒബ്സർവ് ചെയ്തിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ കുറച്ച് നിലവാരമുള്ള കൂടുതൽ ആൾക്കാർ ഇതിനൊക്കെ ശരിക്കും കൊത്തിയിരുന്ന് ചിന്തിക്കും, വാട്ട് ഇസ് ഇറ്റ്. ഏഞ്ചൽ താര പറയണത്, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത് അനലൈസ് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരിത് ഫോളോ ചെയ്യാണ്, മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട് കർത്താവിനെ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഉടമ്പടി എപ്പോഴും നമ്മൾ ചിന്തിക്കും, ഉടമ്പടി എപ്പോഴും ഈശോനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും വിചാരിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ കുർബാനയുടെ സമയമാകുമ്പോൾ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങും. അത് അവർ വിചാരമായിട്ട് ഈ ഈശോനെ പിന്തുടരുന്ന കാരണം പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് ഈ സമയത്ത് പ്രത്യേകമായ അഭിഷേകം കിട്ടും. കാര്യം ദൈവികമായ എല്ലാ കാര്യവും ഒരു അഭിഷേകവും അനുഭവബദ്ധമാണ്. എല്ലാത്തിനും അതിൻ്റെ അനുഭവങ്ങളുണ്ട്. കാര്യം ദൈവം എനിക്കെപ്പോഴും നിങ്ങളോട് ഒരു ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളതാണത്, സത്യസന്ധമാണെന്നുള്ളത് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കണം. അതാണ് എൻ്റെ അകത്ത് റിസ്ക്. ഉടമ്പടി എന്തെങ്കിലും റിസ്ക് ഉണ്ടാച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രം കൊടുക്കണമല്ല റിസ്ക്. പത്രമൊക്കെ നീക്കറിയാവില്ല. ഒരു മനുഷ്യൻ ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം പത്രം എടുത്തത് 1000 പത്രം എടുത്തത്, 1000 പത്രം. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എല്ലാ മാസവും 1000 പത്രം വെച്ച് എടുക്കുന്നുണ്ട്. 1000 പത്രം എടുക്കണമല്ല പ്രശ്നം, 1000 പത്രം കൊടുക്കണ്ടേ, അതാണ് വിഷയം. നിങ്ങൾക്ക് 18 പത്രം കൊടുക്കാൻ തന്നെ പത്രം നോക്കും, പിന്നെ എണ്ണി നോക്കും, ഇനി എത്ര എണ്ണം, 6 എണ്ണം ഉണ്ടാകും, 3 എണ്ണം ഉണ്ടാകുന്നത്. ഇത് 1000 പത്രം എടുക്കേണ്ടത്. അതിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കണം, അദ്ദേഹത്തിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അപ്പുറത്തെ വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഈ വലിയ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് എടുക്കുന്നത്. ഇപ്പം സിബി ജോർജ് പറഞ്ഞത്, ഞാൻ അതോടുകൂടി തന്നെ എൻ്റെ ആവറേജ് ക്രിസ്ത്യാനി എന്നുള്ള രീതി മാറ്റി. ഞാനെല്ലാം രാവിലെ എഴുന്നേക്കും, പ്രത്യക്ഷ പ്രാർത്ഥനയിലും ഞാൻ അങ്ങനെ പള്ളിയിൽ എല്ലാ ഡെയിലിയും പോകാത്ത ആളാണ്, പള്ളിയിൽ കുർബാനയ്ക്ക് പോകും. ഇതിൻ്റെ എവിടെയോ വെച്ച് കർത്താവിൻ്റെ മദ്യപാനം മാറ്റിയെന്ന്. അതാണ് അത്
കർത്താവ് ഏറ്റെടുത്താണ് ആളെ ഏറ്റെടുത്താണ്. പുള്ളിക്കാരൻ വിചാരിച്ച ഏറ്റവും വലിയ സങ്കടം അതാണ്, ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവൻ അറിയാതെ തന്നെ കർത്താവ് എടുത്ത് മാറ്റി. അപ്പം അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കുക, നമ്മൾ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുക. നമ്മൾ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ, കർത്താവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മൾ കർത്താവിൻ്റെ പ്രേക്ഷകവേല ചെയ്യുമ്പോൾ, നമ്മൾ കർത്താവിനെ 10 രൂപ അറിയിക്കുമ്പോൾ, അതിന് ദൈവസ്നേഹം നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അറിയാതെ പോകണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു മണ്ടേറ്ററി ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് 28:15 എടുത്ത്, ഉൽപ്പത്തി 28:15, ഉൽപ്പത്തി 28:15, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹൃദയപരമായ ഈശോയുമായിട്ടുള്ളൊരു ഐക്യപ്പെടലുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ നിങ്ങൾ അച്ഛൻ തന്ന ഹോംവർക്കില്ലേ, അതായത് അതിൻ്റെ പ്രാർത്ഥനാപരതയും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സുവിശേഷ വേലയും. ഇപ്പോൾ ഇവരുണ്ടല്ലോ, നമ്മുടെ ഏഞ്ചൽ താര ഈ ഗേറ്റ് എക്സാമിന് 250 റാങ്ക് കിട്ടിയതിന് ശേഷം അവർ ബോംബെ IIT-യിലേക്ക് അവർക്ക് ക്ഷണം കിട്ടി. എന്തിനാണ്? ഒരു ഇൻ്റർവ്യൂവിന്. അപ്പോൾ IIT എന്ന് പറയുന്നത് നമ്മുടെ IAS, അതുപോലെ തന്നെയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ജോലികളാണ്. കയറിപ്പറ്റുക എന്നുള്ളത് വലിയ പാടാണ്. പക്ഷെ കയറിപ്പറ്റണമെങ്കിൽ ഈ ബോംബെ IIT-യിൽ ഇവർ ചെല്ലുമ്പോൾ അവർ പറയണത് അവിടെ എങ്ങനെയാലും ഒരു 2000 പേരെങ്കിലും ഉണ്ട് അവിടെ ഇൻ്റർവ്യൂവിന്. ഇത്രയും ഈ ലക്ഷക്കണക്കിന് പേര് അല്ല ഗേറ്റ്, അതായത് അത്രയും പേര് പാസ്സായിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്കുന്ന് അവർക്ക് അവിടെ PhD-ക്കുള്ള ഉപരിപഠനത്തിന് വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് പറഞ്ഞത്, ഈ ഏഞ്ചൽ താരോട് പറഞ്ഞിരിക്കുന്നത്, ഒരു ബോർഡും കൊടുക്കും, ഒരു ചോക്കും കൊടുക്കും. എന്നിട്ട് അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ, ഇവനോട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അതിൻ്റെ ഡയഗ്രാം വരക്കാൻ പറയും. ഇവരുടെ സബ്ജക്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഒരു വിഷയം പറഞ്ഞിട്ട് അതിൻ്റെ ഡയഗ്രാം വരക്കാൻ പറയും. അപ്പോൾ ഈ വിഷയം ആദ്യം കേൾക്കണം ഇവർ ഓർഗാനിക് MSc ആണ്, കെമിസ്ട്രി ആണ്. ഗേറ്റിലെടുത്തിട്ട് ഇവർക്ക് ഇന്ത്യയിൽ 250 റാങ്കാണ്. പക്ഷേ IIT-യിലേക്ക് PhD-ക്ക് അഡ്മിഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രോബ്ലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വിയർക്കുകയാണ്. പക്ഷേ വിയർക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ആ IIT-യുടെ വാതിക്കൽ ഉപ്പിടും, വിശ്വാസപ്രമാണം ചൊല്ലി. പിന്നെ കാശുരൂപ എടുക്കും. എല്ലാവരും ആയുധധാരികളാണ് ഇപ്പോഴും, എല്ലാ വിഷയം തന്നെ. അതന്നെ ഇപ്പോൾ ഇവർ പറയണ അങ്ങനെ തന്നെയല്ല. ജീവവൈക്യം പറഞ്ഞതാണ്, ഞാൻ അമ്മയെ സ്കാനിങ്ങിന് കയറ്റി. അമ്മയ്ക്ക് പാങ്ക്രിയാസ് ക്യാൻസറിലേക്ക് പോകണം, ഡോക്ടർ ഒരു സൂചന തന്നായിരുന്നു. അപ്പം ഞാൻ അമ്മയെ സ്കാനിങ്ങിന് കയറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അമ്മയുടെ വയറിൽ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശ് വരച്ചു. അവിടെ വായിട്ടുണ്ടെന്നുള്ള ഉപ്പിട്ട് കൊടുത്തു. അതാണ്. അപ്പോൾ അതാണ് ടോക്ക് കേൾക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ നിങ്ങളെന്തോ അനുഷ്ഠാനം പോലെയാണ്, മരുന്ന് കഴിക്കണ പോലെ അല്ല സംഭവം. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. നമ്മൾ ചെയ്യുന്ന കാര്യവും നമ്മൾ പ്രൊക്ലൈം ചെയ്യുന്ന വിഷയവും തമ്മിൽ പ്രൊക്ലൈം ചെയ്യുന്നത് എന്താണ്? യേശു കർത്താവാണെന്നും ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ കണ്ടന്റിന് വാഗൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും, വസ്തുക്കൾ കൊണ്ട് നമുക്ക് പ്രയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് ചെയ്യുമ്പോഴൊക്കെ വിശ്വാസപ്രമാണം ചെലവെന്ന് കൃത്യമായിട്ട് പറയേണ്ട കാരണം ഇതാണ്. വിശ്വാസപ്രമാണം ചെലവെന്ന് കൃത്യമായിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ പ്രയോഗവിധിയിലുള്ളത് നമ്മുടെ ഈ പ്രഖ്യാപനമാണ്. അതായത് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ പ്രാപിക്കുന്നതാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ആളാണ്. അതാണ് വിഷയം. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റും പലതരം ഇടപെടലാണ് വേണ്ടത്. ചിലയിടത്ത് ശക്തിയായിട്ട് വരും, ചിലയിടത്ത് സാന്നിധ്യമായിട്ട് വരും. ഓരോ വിഷയത്തിൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്നൊക്കെ പറഞ്ഞു. എല്ലാവരിലും ആകാനുള്ള സാധ്യതയുണ്ട് ക്രിസ്തുവിനെ. ക്രിസ്തു പുനരുദ്ധാനത്തിലൂടെ വീണ്ടെടുത്ത രൂപം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന എല്ലാവരിലും ആയിത്തീരാൻ വേണ്ടിയുള്ള രൂപമാണ് പുനരുദ്ധാനത്തിലൂടെ ഈശോ ഏറ്റെടുത്തത്, ഈശോയ്ക്ക് ആർജിതമായത്. അതുകൊണ്ടാണ് ഈശോ എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസോസ് 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്. ആ ക്രിസ്തുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും ക്രിസ്തു റീച്ച് ഔട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ പ്രഖ്യാപിക്കും, ചിലർ പ്രയോഗിക്കും. അതിൻ്റെ ആ ഒരു പ്രയോഗവിദ്യയാണിത്. അപ്പം ഇതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്താ പറയണത്? ക്രിസ്തു എനിക്ക് മെറിറ്റില്ല ഇവിടെ. പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ്റ്റ് എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ്റ്റ്. അതാണ് വെച്ചാൽ നിൻ്റെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്നാണ്. അപ്പോൾ ഇവളിങ്ങനെ ഈ IIT കൊടുത്തിരിക്കുന്ന കെമിക്കൽ പ്രോബ്ലം അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറയുകയാണ്. ഈ ഡയഗ്രാം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ എന്നോട് അമ്മേ ഞാനെങ്ങനെ വരക്കും, എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് പറയും. അപ്പോൾ ഈ ജോലി പോയായിരിക്കും, അല്ലെങ്കിൽ ഈ PhD പോയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിൽ പരിശുദ്ധത തോന്നിക്കുന്ന ഈ ചോക്ക് ബോർഡേ വെക്കാൻ പറയും, ബോർഡേ കുത്താൻ പറയും. എൻ്റെ അമ്മേ പിന്നെ ഒരു വരയാണ്. അവളിങ്ങനെ പറയണത് എൻ്റെ കൈ കൊണ്ട് ആരോ വരപ്പിച്ചെന്നാണ് പറയണത്. ഈ ബോർഡ് മുഴുവനും നമ്മൾ ഞെട്ടിപ്പോകുന്ന സാക്ഷ്യങ്ങളാണ്. എൻ്റെ കൈ കൊണ്ട് ആരോ വരപ്പിച്ചു. കാര്യം എനിക്കറിയാൻ മേലാത്ത കാര്യമാണല്ലോ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ്റ്റ്. അതാണ് വിഷയം. അതായത് അതുകൊണ്ടാണ് അത് എങ്ങനെയാണ് ഇവളെ ആർജിച്ചത്? കർത്താവിന് അവളെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവൾ ഉടമ്പടി വഴി ഉയർന്നായിരുന്നു. എങ്ങനെ ഉയർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും, ഞാൻ ഇങ്ങനെ ഉപവിപ്രവർത്തനമായിട്ട് ചെയ്തത് എന്താണെന്നറിയാമോ? പാലിയേറ്റീവ് കെയറിൽ പോകും, എന്നിട്ട് അവിടുത്തെ രോഗികളെ ഞാൻ കുളിപ്പിക്കും കർത്താവിന് വേണ്ടി. പാലിയേറ്റീവ് കെയർ അറിയാമല്ലോ. ക്യാൻസർ പിടിച്ചു ഏതാണ്ട് മരിച്ചില്ലെന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ കുറേ പാലിയേറ്റീവ് കെയർക്ക് പോയിട്ടുണ്ട്, എനിക്കറിയാം എൻ്റെ അവസ്ഥ. അവരെ എടുത്ത് കുളിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ല, സഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം അമ്മയെപ്പോലും നമ്മൾ കുളിപ്പിക്കത്തില്ല. അത്തരം അവസ്ഥയായിരിക്കും അത്. കുളിപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യണത്? ക്രിസ്തുവിന് വേണ്ടിയാണ് ചെയ്യണത്. അതാണ് വിഷയം. അവൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുമ്പോൾ ക്രിസ്തുവിന് മനസ്സിലാകും ഉടമ്പടി സത്യമാണെന്ന്. എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ റിസ്ക്, ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ. പത്രം കൊടുക്കുന്നതും അല്ല റിസ്ക്, പാലിയേറ്റീവ് കെയർ പോണതും അല്ല റിസ്ക് ഈ ഉടമ്പടിയിലാണ് നിങ്ങളെന്ന് കർത്താവിനെ ധരിപ്പിക്കുന്നതാണ് റിസ്ക്. എങ്കിൽ താര എത്രയും വേഗം ആ ഒരു ഡയറത്തോടു കൂടി അവർ നാട്ടിൽ വന്നപ്പോൾ തന്നെ ബോംബെയിൽ നിന്ന് വിളി വന്നു, നിങ്ങളെ ഇവിടുത്തെ PhDക്ക് സെലക്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് പറ്റിയത്. കാര്യം അവർ പറഞ്ഞ ഈ ഒരു ടീച്ചർമാർ ഇന്ന് വരെ ചെയ്യാത്ത രീതിയിലാണ് ഈ ബോർഡിൽ ഈ ഡയഗ്രാം ചെയ്യണം. ഈ CB ജോർജിൻ്റെ സാക്ഷ്യം, CB ജോർജ് ഉടമ്പടി ദൈവം വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിന് ഉടമ്പടി ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും.
ഉടമ്പടിയിലേക്ക് അതാണ് സിബി പറഞ്ഞ ആവറേജ് ക്രിസ്ത്യാനിയിൽ നിന്ന് ഞാൻ അസർ ക്രിസ്ത്യാനിയിലേക്ക് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ 14 പക്കം എൻ്റെ മകൾക്ക് വർഷങ്ങളായിട്ട് കിട്ടാത്ത പാർട്ട് ടൈം ജോലി അമ്മ കൊടുത്ത്. അവൾ പരീക്ഷയ്ക്ക് ഒരെണ്ണം തോറ്റുപോയി സ്റ്റേ ബാക്കായിട്ട് പോലും അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ചോദിച്ചപ്പോഴേ അവർക്കൊരു റിട്ടേൺ പ്ലാൻ കൊടുത്തിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അവളോട് നിലനിർത്തി കൊടുക്കുകയും ചെയ്ത് കാനഡയിൽ അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്തു. പെട്ടെന്നാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവവൈക്യത്തിൻ്റെ സാക്ഷ്യം. ഇതെല്ലാം ഈ അമ്മ കൈവിട്ട് പോകണമെന്ന് പറഞ്ഞ അമ്മയാണ് പിന്നീട് ഈ ഉടമ്പടി എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉടമ്പടിയിലൂടെ ജീവിച്ചു. അപ്പോൾ ജീവ പറയണത് ഞാൻ ഒരു ദിവസം 7 സാക്ഷ്യം വെച്ച് കേൾക്കുമെന്നാണ്. ഒരു ദിവസം ഞാൻ 7 സാക്ഷ്യം വെച്ച് കേൾക്കുമെന്നാണ്. അപ്പോൾ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് ആന്തരിക ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സാക്ഷ്യം പോലും കേൾക്കാത്തവർ ഉടമ്പടിയിൽ മുന്നോട്ട് പോകും, പക്ഷേ ഭയങ്കര സ്ലോ ആയിരിക്കുന്നേ ഉള്ളൂ. സാക്ഷ്യങ്ങൾ കേൾക്കണം മക്കളെ. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസ്ഡായി. അതുകൊണ്ടാണ് അവർ അമ്മയുടെ വായിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് കാങ്ക്രിയാസിൻ്റെ അവിടെ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സ്കാൻ ചെയ്ത് ഇത്രയും നാൾ സ്കാൻ ചെയ്തിട്ട് കിട്ടാത്ത റിപ്പോർട്ടാണ് എന്താണ് അമ്മ പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കണമെന്നാണ്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ ചെയ്യുന്ന ഉടമ്പടി ദൈവം ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ആ സത്യസന്ധമായ ആണെന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെടണം. മനുഷ്യന് നമ്മൾ കോടതിയൊക്കെ ബോധ്യപ്പെടുത്തതില്ല. ആൾക്കാർ വക്കീലന്മാർ കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പക്ഷേ ആ കേസ് വരുമ്പോൾ ജനങ്ങൾ പറയും കോടതിക്ക് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കോടതി പറയും ഇവിടെ തെളിവില്ലല്ലോ, തെളിവ് നിങ്ങൾ സംഭവിച്ച ആളെ കൊന്നെന്ന് പറഞ്ഞ സത്യമാണ്, പക്ഷേ തെളിവ് ഹാജരാക്കാൻ വാദിഭാഗത്തിന് പറ്റിയിട്ടില്ലെന്നൊക്കെ പറയും കോടതി. ഇങ്ങനെയുള്ള ഉടായ്പകളൊന്നും ദൈവത്തിനടുത്ത് പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു ഏറ്റവും വലിയ അപകടം ഇതാണ്. നിങ്ങളുടെ ഒരു ഉടായ്പ പരിപാടികളും ദൈവത്തിനടുത്ത് പറയാൻ പറ്റത്തില്ല. കൂടുതൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥിതി മോശമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് വൃത്തിമനമായിട്ട് ഈ ജീവയെ പോലെയും ജോർജിനെ പോലെയും സിബി ജോർജിനെ പോലെയൊക്കെ അതുപോലെ തന്നെ ഏഞ്ചൽ താരയെ പോലെയൊക്കെ ഉടമ്പടി കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്ത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം നിങ്ങൾ ദൈവികമായി വളർന്നു വന്ന്, നിങ്ങൾക്ക് തന്നെ തോന്നണം നിങ്ങൾ ആത്മീയമായി ഉയർന്നു വന്ന്. അല്ല ജോലി കിട്ടിയിട്ട് ഇതെല്ലാം അവസാനിപ്പിച്ച് പഴയപടി പോകാമെന്നും പറഞ്ഞ് സാത്താൻ്റെ മനസ്സുമായിട്ട് നടന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ദൈവിക ജീവിത രീതി എന്ന നിലയിൽ സത്യസന്ധമായി ജീവിച്ച് ദൈവത്തെ പ്രത്യേകം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ എന്റെ സാധാരണ ജീവിത രീതി കൊണ്ട് തന്നെ എന്റെ സത്യസന്ധത ദൈവം ബോധ്യപ്പെടുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണം. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ
സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എന്റെ രോഗമുള്ളിടത്തും എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവരുടെ രോഗസൗഖ്യത്തിനായും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ആണ് എന്റെ രോഗസ്ഥലങ്ങളിലെ ഇരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം അൾത്താരേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ യേശു നാമത്തിലെ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, ഭക്തിയോടെ ദൈവതിരുസന്നിധിയിൽ ഈ ആഴ്ചയിൽ എൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകും. ഞാൻ ഉടമ്പടി സത്യസന്ധമായി ദൈവത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ എൻ്റെ ജീവിതം ക്രമീകരിക്കാൻ പോകുന്നു എന്നുള്ള പ്രതിജ്ഞയോടുകൂടി എൻ്റെ മക്കൾ ഇപ്പോൾ ഓർക്കുക. നിങ്ങളുടെ ജപ്തികൾ, നിങ്ങളുടെ മക്കളുടെ വിസ തടസ്സങ്ങൾ, നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ട്, പക്ഷേ നല്ല റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരെ, പുതുതായിട്ട് PSC പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, പുതിയ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വിൽക്കാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ, കേസ് അകപ്പെട്ടവർ, ജീവിത പങ്കാളി പിരിഞ്ഞു പോയവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒരു നടക്കാതെ അകന്നു പോകുന്നവർ, ജീവിതം വളരെ മോശമായ രീതിയിൽ ഒരു വളർച്ചയുമില്ലാതെ വളർച്ച മുരടിച്ച് കിടക്കുന്നവർ, ഈ നിമിഷം കർത്താവ് വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സ്തുതിക്കട്ടെ. കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്ത കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ എല്ലാവിധ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ മക്കളെ, മക്കളില്ലാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കല്യാണം ഒത്തുവരാത്തവരെ, ഇതുപോലെ സ്ഥലം പോക്കുവരോ ചെയ്ത് കിട്ടാത്തവരെ, സ്ഥലം നിലങ്ങളിൽ നിന്ന് കരപ്പുരയുമായി മാറ്റാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരെ, വീടിന് ഹോട്ടലിനും അവിടെ സ്ഥാപനങ്ങൾക്ക് നമ്പർ കിട്ടാത്തവരെ, പല FNG പരീക്ഷ എഴുതിയിട്ടും കരകയറാതിരിക്കുന്നവരെ, അവരെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധ അമ്മ എന്നോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ സങ്കടപ്പെടരുത്. കാര്യം നിങ്ങൾ ഉടമ്പടിയിലാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം പാലിക്കുക തന്നെ ചെയ്യും. നമ്മൾ ദൈവത്തോട് പാലിച്ച വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ 40 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനം അൾത്താരേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ നിന്റെ ജീവിത കണ്ണുനീരുകളെ കർത്താവ് ഈ നിമിഷം തുടച്ചു മാറ്റട്ടെ. സ്തുതിക്കട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക.
ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും ധ്യാനം കൂടുന്നവരും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി വളരെ വേദനപ്പെടുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക ബാധ്യതയാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാകാം, നമ്മുടെ തടസ്സങ്ങൾ മാറുന്നില്ല, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ മക്കൾ സന്തോഷത്തോടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാനും ഒരു ആരാധന കൂടാനും കണ്ണുനീര് കർത്താവിനെ ഏൽപ്പിക്കാനും ആധികാരികമായി ഉടമ്പടിയിലൂടെ കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ അങ്ങയുടെ എല്ലാ മക്കളുടെയും കണ്ണുനീര് അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് ഈശോയെ. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ വാക്ക് കർത്താവെ അങ്ങ് പാലിക്കുന്നവർ നന്ദി പറയുന്നത് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ